ഹായ് നമസ്കാരം, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും, എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ കെട്ടിപ്പൊതിഞ്ഞ് വെച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞാൽ പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടിയാണ്. ഇവിടെ നല്ല ചൂടാണ്, ഒരു രക്ഷയില്ല. 6 മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് സ്കൂട്ടിയിൽ പോവുകയാണെങ്കിൽ നമ്മൾ ഫുള്ള് തിരിച്ചു വരുമ്പം കറുത്ത് കരുവാളിച്ച ഒരുമാതിരിയാവും. അപ്പം ഞാനീ പോയെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പച്ചക്കറിയുടെയും ചെടികളുടെയൊക്കെ ഒരു നഴ്സറി ഉണ്ട് തൊട്ടടുത്ത്. അതായത് നമ്മുടെ പട്ടിയാലയിലും പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ് പോയാൽ സായി കോളേജ്, സായി കോളേജിൻ്റെ അടുത്ത് തന്നെ ഒരു ഗുരുദ്വാരയുണ്ട്. ഗുരുദ്വാരയുടെ അടുത്താണ്, ഗുരുദ്വാരയുടെ ബാക്ക് സൈഡിലായിട്ട് വരും ഈ ഒരു നഴ്സറി എന്ന് പറഞ്ഞാൽ. അവിടെ പച്ചക്കറിയുടെയും ചെടികളുടെയും എല്ലാത്തിൻ്റെയും കൂടെ ഒരു റൂമിനകത്ത് തന്നെയാണ് കേട്ടോ. നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. എനിക്ക് അത്യാവശ്യം വേണ്ടുന്ന ബീജുകളും വിത്തുകളും കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചു. പിന്നെ വഴുതനങ്ങയുടെയും തക്കാളിയുടെയും മുളകിൻ്റെ ഒക്കെ ചെടികളുണ്ടായിരുന്നു, അതെല്ലാം വാങ്ങിക്കൊണ്ട് വന്നു. അപ്പോൾ അതെല്ലാം ഞാൻ എവിടെ ചെന്നാലും പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കുന്ന ഒരു പതിവുണ്ട്. അപ്പോൾ നമ്മൾ കോട്ടേഴ്സൊക്കെ ഷിഫ്റ്റ് ചെയ്ത് വന്നപ്പോൾ നമ്മുടെ ചെടികളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ മെയിനായിട്ട് എൻ്റെ തെറ്റി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വിളക്ക് എത്തിയ സമയത്ത് വെക്കാനായിട്ടുള്ള പൂവില്ലായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ തെറ്റി കരിഞ്ഞു പോയതാണ്. തെറ്റി തിരക്കി ഇറങ്ങിയതാണ് അവിടെ ചെന്നപ്പോൾ. പിന്നെ തെറ്റിയും ചൈനീസ് റോസും മണി പ്ലാന്റ് അത് ഇതൊക്കെ കുറച്ച് ഞാൻ വാങ്ങിച്ചു. ഇൻഡോറും ഔട്ട്ഡോറും ആയിട്ടുള്ള ചെടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കുറച്ച് വാങ്ങിച്ചു കേട്ടോ. നല്ല അത്യാവശ്യം കളക്ഷനും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ മരുന്നുകളും കാര്യങ്ങളും പിന്നെ ഗാർഡനിലേക്ക് ഉപയോഗിക്കുന്ന പിന്നെ തിങ്സുകൾ എല്ലാം തന്നെ ഉണ്ട് കേട്ടോ. അവിടെ അത്യാവശ്യം വലിയൊരു ഏരിയ ഉള്ളൊരു നഴ്സറിയാണ്. അപ്പം ഞാനവിടെ പോയിട്ട് എല്ലാം അത്യാവശ്യം വാങ്ങിച്ചു. ഭയങ്കര വെയിലാണ്. വെയിൽ കാരണം ഇവർ ഈ ഒരു വലിയൊരു ഹാളിനകത്താണ് ഇത് വെച്ചിരിക്കുന്നത്. പിന്നെ അവിടെ നല്ല എനിക്ക് അവിടുത്തെ കുറേ കമലകളുണ്ട്, ചെടിച്ചട്ടിയൊക്കെ ഞാൻ കുറച്ച് വാങ്ങിച്ചു. എൻ്റെ എല്ലാം ക്വാർട്ടേഴ്സ് ചേഞ്ച് ആയ സമയത്ത് എൻ്റെ അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഞാൻ പഴയതെല്ലാം കളഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് ചെടിച്ചട്ടി ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് ചെടിച്ചട്ടി എല്ലാം മേടിച്ചു. അവർ നല്ല നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ നിന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്ന് ഓരോ ചെടിയെ കുറിച്ചൊക്കെ പറഞ്ഞു തരും കേട്ടോ. അങ്ങനെ അത്യാവശ്യം ഞാൻ ഇതും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ കുറേ നാളുടെ ഓൺലൈൻ വാങ്ങണം നോക്കിക്കൊണ്ടിരുന്നായിരുന്നു. അങ്ങനെ അതും വാങ്ങിച്ചു. അങ്ങനെ ചെടിച്ചട്ടി എല്ലാം വാങ്ങിച്ചു. ഇഷ്ടം പോലെ ചെടിച്ചട്ടിയുടെ കളക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പൊട്ടിപ്പോകുന്ന ടൈപ്പൊന്നും ഞാൻ വാങ്ങിച്ചില്ല കേട്ടോ. അത്യാവശ്യം കുറച്ച് ഐറ്റംസേ വാങ്ങിച്ചുകൊണ്ട്, ഒരു ചൂടായത് കാരണം മേടിച്ചാൽ പന്നലായി പോകുന്നൊരു പേടിയും കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് ഐറ്റംസേ വാങ്ങിച്ചോളൂ. എന്നാലും പിന്നെ നമ്മുടെ നാട്ടിലൊരു സൈസ് ഉണ്ടമുളക് പോലൊരു മുളകുണ്ടായിരുന്നു, അത് വാങ്ങി. പിന്നെ കുറച്ച് കളർ കല്ലുകൾ വാങ്ങണമായിരുന്നു. എൻ്റെ ഈ ഒരു ഗുപ്ത ഭഗവാന്റെ ഒരു കമല ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഫില്ല് ചെയ്യാനായിട്ട് എനിക്ക് കുറച്ച് കളറിൻ്റെ കല്ലൊക്കെ വേണമായിരുന്നു. അങ്ങനെ എല്ലാം കൂടെ അത്യാവശ്യം നല്ലൊരു റേറ്റിന് സാധനങ്ങൾ ഞാൻ വാങ്ങിയെന്ന് തന്നെ പറയാം. അങ്ങനെ അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ അങ്ങനെ അവിടെ നിന്ന് ഞാൻ ഇറങ്ങി കഴിഞ്ഞിട്ടുള്ള സംഭവം ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. ഇത് ഞാൻ വീഡിയോ എടുത്ത സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് ഫോണൊന്ന് ഇതായിപ്പോയായിരുന്നു. അപ്പോൾ വെയിലായത് കാരണം എനിക്കറിയാൻ പറ്റാതെ തിരിഞ്ഞു പോയി. എനിക്ക് ഏറ്റവും സങ്കടമുള്ള സമയത്ത്, ഞാൻ വന്ന സമയത്ത് കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ വഴിയിൽ ഫുള്ള് കണിക്കൊന്ന പൂത്ത് നിൽക്കുന്നത്. നമുക്ക് വിഷു ദിനമായിട്ട് നമുക്ക് ഒരു കണിക്കൊന്ന കിട്ടാൻ ഞാൻ കൊതിച്ച് സങ്കടപ്പെടുന്നു എനിക്കിത് കണ്ടപ്പം കൂട്ടുകാരെ. അപ്പോൾ താങ്ക് യു. ഞാൻ കുറച്ച് കണിക്കൊന്നയും മേടിച്ചുകൊണ്ട് പോരുന്നു. ഇത്രയേ ഉള്ളൂ ഇന്നേ.